ഹലോ, ഞാനിപ്പോൾ സംസാരിക്കുന്നത് അനിത നായർ കേൾക്കാൻ വേണ്ടിയാണ്. ചലച്ചിത്ര നടി അനിത നായർ. അനിതയുടെ ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ കണ്ടു. ഞാൻ കണ്ടത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് അനിതയ്ക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതായത് അനിത ഏഷ്യാനെറ്റിലെ വിനുവിനെ വിമർശിച്ചുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആ വീഡിയോ ഒരു വിമർശനമാണോ എന്ന് അനിത സ്വയം ചിന്തിക്കണം. അതിൽ അനിത പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദിലീപ് എന്ന നടനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം അനിത അങ്ങനെ ഒരു വീഡിയോ പുറത്തുവിട്ടത്. ആ ഇഷ്ടത്തിൽ യഥാർത്ഥത്തിൽ ദിലീപിന് ഏറ്റവും ദ്രോഹമാണ് അനിത ചെയ്തിരിക്കുന്നത്. അതിൽ പറയുന്ന ഒരു കാര്യം, ഒരുപക്ഷെ ദിലീപേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, അദ്ദേഹത്തിന് അല്പം സമയം കൊടുക്കൂ. പക്ഷെ ഞങ്ങൾ ആരും തന്നെ ദിലീപ് തെറ്റ് ചെയ്തു എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അനിത തന്നെ പറയുന്നു, ദിലീപേട്ടൻ ഒരു തെറ്റ് ചെയ്തു, അദ്ദേഹത്തിന് ഒരു അല്പം സമയം കൊടുക്കൂ. അത് ഒന്നാമത്തെ തെറ്റ്. അത് പോട്ടെ, അതിൽ ചിലപ്പോ അനിത പറയുന്നതായിട്ടുള്ള ചില ന്യായീകരണങ്ങൾ ഉണ്ടാവാം. എന്റെ വിഷയം അതല്ല. രണ്ടാമത്, വിനുവിനെ വിമർശിച്ച രീതി. നമ്മൾ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരാൾ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ വിമർശിക്കേണ്ടത്? നല്ല രീതിയിൽ, നല്ല വാക്കുകൾ കൊണ്ട് വേണ്ടേ അവരെ വിമർശിക്കാൻ? ഇതിനു മുമ്പ് ഒരിക്കൽ അനിതയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ലക്ഷ്മി നായരെ വളരെ മോശമായി അസഭ്യം പറയുന്ന ഒരു വീഡിയോ. യഥാർത്ഥത്തിൽ അവിടെ എന്താ നടന്നതെന്നുള്ള പൊതുജനങ്ങൾക്ക് ആർക്കും അറിയില്ല. അത് അനിതയ്ക്ക് മാത്രമേ അറിയുള്ളൂ. പൊതുജനം കാണുന്നത് എന്താണ്? അനിത അവരെ അസഭ്യം പറയുന്നതാണ്. അവിടെ ആരാണ് ചീത്തയാവുന്നത്? അനിതയാണ് ചീത്തയാവുന്നത്. ലക്ഷ്മി എന്ത് ചെയ്യുന്നു? വളരെ ചിരിച്ച് നിശബ്ദയായി അത് ആസ്വദിച്ച് കേട്ടു നിൽക്കുന്നു. അപ്പോ ആ വീഡിയോയുടെ താഴെ ഓരോരുത്തർ ഇട്ടിരിക്കുന്ന കമന്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഒരുപക്ഷെ അനിത വിചാരിക്കും ഇത് ആളുകൾ ഇത് കേട്ടിട്ട് ആസ്വദിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ലക്ഷ്മിയെ തെറി വിളിക്കുന്നുണ്ടാവാം. പക്ഷെ യഥാർത്ഥത്തിൽ ഈ നിങ്ങൾ തെറി വിളിക്കുമ്പോൾ നിങ്ങൾ ആരെയാണോ തെറി വിളിക്കുന്നത് ആ വ്യക്തിയെ തെറി വിളിക്കുന്ന ന്യൂനപക്ഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഭൂരിപക്ഷം ആളുകളും നിങ്ങളെയാണ് തെറി വിളിക്കുന്നത്, നിങ്ങളുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയെ. എന്റെ ഒരു ചെറിയൊരു അഭിപ്രായമാണ്, നമുക്ക് എന്തെങ്കിലും ഒരാളെ വിമർശിക്കണം എന്നുണ്ടെങ്കിൽ ഭാഷ അതിനൊരു പ്രധാന വിഷയമാണ്. അനിത ഇങ്ങനെ അസഭ്യം, പൊതുവെ സ്ത്രീകൾ അസഭ്യം പറയരുത്, സ്ത്രീ എന്നല്ല പുരുഷനും അസഭ്യം പറയരുത്. പക്ഷെ പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ന് പറയുന്നത് അമ്മയാണ്, മകളാണ്, സഹോദരിയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ അമ്മ അസഭ്യം പറയുക, അല്ലെങ്കിൽ ചേച്ചി അസഭ്യം പറയുക, അല്ലെങ്കിൽ അനിയത്തി അസഭ്യം പറയുക, ഭാര്യ അസഭ്യം പറയാം, മകൾ അസഭ്യം പറയാം. അനിതയ്ക്ക് എന്തെല്ലാം റോളുകളുണ്ട് ഇതിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊരു നല്ല പ്രവണതയല്ല. പിന്നെ വിനു എന്ന് പറയുന്ന ഒരു വാർത്ത വായിക്കുന്ന വ്യക്തിയെ വിമർശിച്ചുകൊണ്ടാണ് അനിത ഇത്തരം മോശമായ ഒരു ഭാഷ ഉപയോഗിച്ചത്. വിനുവിന് കൊടുക്കുന്ന ഒരു ജോലിയാണ്, അത് ചാനൽ നൽകുന്ന ഒരു ജോലിയാണ്. അതിന് ഉത്തരം പറയേണ്ടത് ചാനലിന്റെ മേധാവിയല്ലേ? വിനു പറയുന്നത് തെറ്റാണെങ്കിൽ അത് ആദ്യം ഖണ്ഡിക്കേണ്ടത് ചാനലിന്റെ മേധാവിയാണ്. അതിനെങ്ങനെ നമുക്ക് വിനുവിനെ കുറ്റം പറയാൻ സാധിക്കും? ഇനി വിനുവിനെ നമുക്ക് കുറ്റം പറയാം, നമുക്ക് വിനുവിനെ വിമർശിക്കാം, അതിന് നമുക്ക് എല്ലാവർക്കും അധികാരമുണ്ട്. ഒരുപക്ഷെ വിനു പരിധി വിട്ടായിരിക്കാം സംസാരിച്ചത്, പരിധി വിട്ട് തന്നെയാണ് സംസാരിച്ചത് എന്ന് പറയുന്ന എല്ലാവരെ പോലെ ഞാനും അതിനോട് യോജിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമുക്ക് യോജിക്കാൻ പറ്റാത്തതായിട്ടൊക്കെയുണ്ട്. പക്ഷെ അതിനൊന്നും ഇതല്ല ഭാഷ. അതിന് വിനുവിന്റെ ഭാര്യയെ അതുപോലെ വിനുവിന് താൻ ഒരാണാണോ എന്ന ചോദ്യം, വിനുവിന്റെ ഭാര്യയെ നിങ്ങൾ വീട്ടിൽ പോയിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ വല്ലവന്റെ കൂടെ, ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീയെ അവഹേളിക്കുകയാണ്. നമ്മുടെ മലയാള സിനിമയിൽ ഇന്ന് നമ്മുടെ മലയാള സിനിമ കേരള സമൂഹത്തിന്റെ മുൻപിൽ വലിച്ചു കീറി പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തര്. നമ്മൾ ഇവിടെ സ്ത്രീകളെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് ഓരോരുത്തർ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സ്ത്രീ തന്നെ എന്റെ സംസ്കാരം ഇതാണ് എന്ന രീതിയിൽ വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കുന്നു. എന്ത് രീതിയാണിത് അനിത? വളരെ സങ്കടമുണ്ട് നിങ്ങളെക്കുറിച്ച്. നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ തന്നെ നിങ്ങളുടെ വീഡിയോയുടെ താഴെ ഓരോരുത്തർ നിങ്ങളെ
പരാമർശിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ലജ്ജ എന്നതിനപ്പുറം സങ്കടം തോന്നുന്നു അനിത. അത് ശരിയല്ല. നമ്മുടെ സിനിമാ ലോകം എന്ന് പറയുന്നത് നമ്മളൊരു കുടുംബമാണ്. അപ്പൊ ഈ സിനിമാ കുടുംബത്തിൽ ഒരാളെ അപമാനിക്കുമ്പോൾ അത് നമുക്കെല്ലാം വേദനയാണ്. അത് പെൺകുട്ടിയാവട്ടെ, ദിലീപാവട്ടെ, അനിതയാവട്ടെ, ആരുമാകട്ടെ, അതൊരു ശരിയായ പ്രവണതയില്ല. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരു പെണ്ണിനെ അപമാനിക്കുമ്പോൾ നമ്മളെല്ലാം അവരെ സംരക്ഷിക്കാൻ ബാധ്യതയാണ്. അത് മറ്റൊരാളെ പുലഭ്യം പറഞ്ഞതുകൊണ്ടോ അസഭ്യം പറഞ്ഞുകൊണ്ടോ അല്ല നമ്മൾ അത് പ്രതിരോധിക്കേണ്ടത്. സഭ്യമായ ഭാഷയിൽ സംസ്കാരത്തോടുകൂടി പ്രതിരോധിക്കൂ, സംസ്കാരത്തോടുകൂടി വിമർശിക്കൂ. അതിനൊരു അന്തസ്സുണ്ട്, അതിനൊരു ഗൗരവമുണ്ട്. കുറെ കൂടെ നിങ്ങൾ യഥാർത്ഥത്തിൽ നല്ല ഭാഷയിൽ വിനുവിനെ വിമർശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം നിൽക്കുമായിരുന്നു. അപ്പോ നമ്മുടെ സിനിമാ ലോകത്തെ ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു പരിഹാസമാക്കാതെ ഇനിയെങ്കിലും നിങ്ങളുടെ ഭാഷ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് എന്റെ ഒരു അഭ്യർത്ഥനയാണ്. ഇനിയിപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് എന്നെ ദയവ് ഇത് തെറിയൊന്നും വിളിക്കരുത്. കാരണം എനിക്ക് തിരിച്ചു പറയാൻ, എനിക്ക് തെറിയൊക്കെ കേട്ടാലൊക്കെ മനസ്സിലാവും, പക്ഷെ എനിക്ക് പറയാൻ അറിയില്ല, എനിക്കത് പറയാൻ എനിക്ക് സാധിക്കില്ല. ഇത് വളരെ ആരോഗ്യപരമായ ഒരു വിമർശനമായി അനിത കരുതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഞാൻ ആർട്ടിസ്റ്റ് അനിത. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ആ ഏഷ്യാനെറ്റിലെ വിനുവിനെ കുറിച്ചാ. ഇവിടെ തനിക്ക് നാണം ഉണ്ടാണോ? താനൊരാണല്ലേ? താൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥയോട് ചെയ്യാൻ നോക്ക്. എന്ത് വൃത്തികളും പറഞ്ഞ് ഏഷ്യാനെറ്റില് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യല്ലേ? മനസ്സിലായോ? ഇതൊക്കെ കാണുന്നവരും മന്ദബുദ്ധികളൊന്നുമല്ല. തനിക്ക് എന്ത് ദ്രോഹമാണ് ദിലീപേട്ടൻ ചെയ്ത്? താൻ പറ, തനിക്ക് എന്ത് ദ്രോഹം ദിലീപേട്ടൻ ചെയ്ത്? അദ്ദേഹം തെറ്റ് ചെയ്ത് അത് ഞാനും വാദിക്കുന്നു. കാരണം അദ്ദേഹം തെറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം അനുഭവിക്കണം. അത് ഞാനും സപ്പോർട്ട് തന്നെയാണ്, അത് അനുഭവിക്കണം. തെറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം അനുഭവിക്കട്ടെ, പക്ഷേ അദ്ദേഹത്തിന് കുറച്ച് ടൈം കൊടുക്കൂ. അദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ളത് കോടതി തെളിയിക്കട്ടെ. തെളിയിച്ചതിന് ശേഷം തന്റെ ആവേശവും പരവേശവും കാണിച്ചു. പക്ഷെ ഇത് നല്ല സ്വഭാവമല്ല, മനസ്സിലായോ? നല്ലതിനുമല്ല. ആ റേപ്പ് ചെയ്തപ്പെട്ട നടി പോലും പറയുന്നില്ല ദിലീപേട്ടന്റെ പേര്. തനിക്കെന്തോ എത്ര ആവേശം? ആ കുട്ടിക്ക് ഇല്ലാത്ത ദണ്ണമാണോ തനിക്ക്? തന്റെ ആവേശം കേട്ടാ തോന്നും, തന്റെ ആവേശവും ഈ പരവേശം കേട്ടാ തോന്നും തന്റെ പെണ്ണുമ്പിള്ളയോ തന്റെ സഹോദരിയോ തന്റെ അമ്മയോ ആരെയോ ദിലീപേട്ട റേപ്പ് ചെയ്ത പോലെയാണല്ലോ. കുറച്ചു നേരം കുടുംബത്തിൽ പോയി ഇരിക്കാൻ നോക്കണോ? അല്ലെങ്കിൽ നാളെ തന്റെ പെണ്ണുമ്പിള്ളയുണ്ടല്ലോ ഏവന്റെങ്കിലും കൂടെ ഒളിച്ചോടും. മനസ്സിലായോ? അതായിരിക്കും അടുത്ത വാർത്ത. അത് താൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? താൻ അതെങ്ങനെ സഹിക്കും? താൻ പോയിരുന്ന് വായിക്കോ എന്റെ ഭാര്യ ആരെ കൂടെ ഒളിച്ചോടിയെന്ന് പറഞ്ഞു? അതിന് താൻ എന്തൊക്കെ വെള്ളം ചേർക്കും? അങ്ങനെയൊക്കെ ഒരു അനുഭവം വരുമ്പോഴേ അതിന്റെ ഫീലിങ്സ് എന്താണെന്ന് താൻ മനസ്സിലാക്കും. കുറച്ചു നേരം പെണ്ണുമ്പിള്ളേരെ കൂടെ പോയിരിക്കും ഈ തല്ലിപ്പൊളി പരിപാടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട്. മനുഷ്യനെ എന്തും പറഞ്ഞ് തേജോവധം ചെയ്യല്ലേ? അതിനുവേണ്ടി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്ത് പോക്കൃത്തനവരെന്ന് പറയല്ലേ? ജീവിച്ച അന്തസ്സോടെ ജീവിക്കണോ? തനിക്ക് ധൈര്യം ഉണ്ടാവും. ഒരു 10 ആൾക്കാരെ മുന്നിൽ കാണികളിടയിൽ മുന്നിൽ താൻ ദിലീപേട്ടനെ കുറിച്ച് പറഞ്ഞു നോക്കൂ, തന്റെ പല്ലവിടെ കാണില്ല. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം വരില്ല. മനസ്സിലായോ? തനിക്ക് ഇത്രയും ആവേശം ഉണ്ടാക്കി. എത്രയും നാളെ നഴ്സുമാര് ആ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ പുറകെ പോയി ആവേശം കാണിക്കുക. അവർക്ക് ശമ്പളം വാങ്ങിച്ചു കൊടുക്കാനുള്ള ആ ഒരു രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. അല്ലാതെ എന്തുമാത്രം കേസുകൾ കടന്ന് അതിനെക്കുറിച്ച് തന്നെ ഓരോന്ന് പറയാനും എടുക്കാനും അതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ദിലീപേട്ടന്റെ പിറകെ ഇങ്ങനെ തൂങ്ങി നടക്കല്ലേ? അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് പോണ വഴിക്ക് അദ്ദേഹം പറഞ്ഞു, ചേട്ടാ വായി തോന്നുന്ന കാര്യമൊന്നും പറയല്ലേ എന്ന് മാത്രമേ പറഞ്ഞു. അതിന് താൻ എന്താ വെള്ളം ചേർത്ത് പറഞ്ഞത്? അത് കണ്ടപ്പോഴേ ഞാൻ ഓങ്ങി വെച്ചിന്. 2 വാക്ക് തന്നെ കുറിച്ച് എനിക്ക് പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരില്ല. താനൊക്കെ പോയി ചത്തൂടെ കേട്ടോ. തന്നെ ഓരോ നിമിഷം ആൾക്കാർ വെറുത്തോണ്ടിരിക്കുക. ഏഷ്യാനെറ്റിന് റേറ്റിംഗ് ഉണ്ടാ കൊടുക്കണം. പോക്കൃത്തനം പറഞ്ഞു കാണിച്ചാണോ ഏഷ്യാനെറ്റ് റേറ്റിംഗ് കൂട്ടണത്? തനിക്ക് ആരെയും കിട്ടിയില്ലേ?
താൻ എന്താ തന്റെ വിചാരം? താൻ വെറും ഒരു ന്യൂസ് റീഡർ മാത്രമാണ്. തന്റെ വിചാരം എന്താ? തന്റെ ഈ ലോകം മൊത്തം തന്റെ കാൽക്കീഴിലാണെന്നാണ് തന്റെ വിചാരം. താനാണ് കോടതിയും വക്കീലും ജഡ്ജിയും എല്ലാം താനാണെന്നാണ് തന്റെ വിചാരം. തെളിവുകളൊക്കെ താൻ കണ്ടുപിടിച്ച് എന്തോ തന്റെ കയ്യിൽ എന്തോ തെളിവുകൾ ഉള്ളതാണൊക്കെയാണ് താൻ സംസാരിക്കുന്നത്. ഈ വൃത്തികെട്ട പണിയൊക്കെ എടുത്ത് കളഞ്ഞ് അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ ജീവിക്കാൻ നോക്കണോ? കഷ്ടം തന്നെ. ഇത്രയും ഒരു മനുഷ്യന് ഇത്രയും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. നീയൊക്കെ ഒരു 2.5 മണിക്കൂറെങ്കിലും അദ്ദേഹത്തിന്റെ പടം പോയി വായും പൊളിച്ചിട്ട് നോക്കി സുഖിച്ച് ആസ്വദിച്ച് കണ്ട മനുഷ്യനല്ലടാ നീയൊക്കെ. എങ്ങനെ തോന്നണം? ആരെക്കുറിച്ച് ഇത്രയും അപവാദം പറയരുത്. ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയുടെ ബാക്കില് താൻ എന്തൊക്കെ പോക്കൃത്തം ചെയ്യുന്ന ആർക്കറിയാം? ഞാൻ ഈ ഫീൽഡിലുള്ളതാ, എനിക്കറിയാം എന്തൊക്കെ എവിടെയൊക്കെ നടക്കുമെന്നൊക്കെ. എന്നിട്ട് അതെല്ലാം മൂടിപ്പോതിച്ച് വെച്ചിട്ട് നല്ല പിള്ള നല്ല മായം ചമഞ്ഞെന്ന് ഡയലോഗ് അടിക്കുന്നു. അടിച്ച് പല്ലെടുക്കാൻ ആളില്ലാഞ്ഞിട്ട് തന്നെ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരില്ല. ദിലീപേടിനെ തൊട്ട് വിളിക്കുന്നത് വേറെ വല്ല പണിയും നോക്കടോ, അല്ലെ വല്ല ചിരട്ടയെടുത്ത് പോയി പിരിച്ചതാൻ കഴിക്കുക. അതിനെങ്കിലും അന്തസ്സുണ്ട്. നീയൊക്കെ ഈ പരിപാടി തുടങ്ങല്ലേ? പന്നാള്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.